എടാ ഇനി നിങ്ങൾ കണ്ണടച്ചിട്ടില്ലല്ലോ, നിങ്ങളെല്ലാരും കണ്ണെല്ലാം തുറന്നു തന്നെ ഇരിക്കണേ, ഞാൻ കണ്ടല്ലോ. ചിരിച്ചേ, ലെറ്റ് മീ ചെക്ക് യുവർ ടീത്ത്. ചിരിക്കണ, പല്ലെല്ലാം കാണിച്ച് ചിരിക്കും നിങ്ങള്. എല്ലാവർക്കും പുഴുപ്പല്ലാണല്ലോ അല്ലേ? യു ഹാവ് ക്യാവിറ്റീസ്? യെസ് എന്നൊക്കെ. ഓക്കെ, ഗുഡ്. ഓക്കെ, നല്ല പല്ലുള്ളവരും ഉണ്ട് അല്ലേ? പുഴുവൊന്നും ഇല്ലാത്ത പല്ലുള്ളവരും നല്ല പല്ല് ബ്രഷൊക്കെ ചെയ്ത് ഇരിക്കുന്ന പിള്ളേരെയും എനിക്ക് കാണാം. എത്ര പേര് അങ്ങനെയാണ്? എവറി ഡേ ട്വൈസ് എ ടൈം ബ്രഷ് ചെയ്യുന്നവർ എത്ര പേരുണ്ട്? ഓക്കെ, സോ എവറിബഡീസ് ടീത്ത് ഇസ് ലൈക്ക് ഹെൽതി അല്ലേ? മാം, ക്ലാസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ വേണം. ഒന്നും മനസ്സിലായില്ല. ഓക്കെ, സോ ഐ വിൽ സേ ടുഡേസ് പ്ലാൻ, ടുഡേസ് സ്കെഡ്യൂൾ പറഞ്ഞുതരാം. ടുഡേസ് പ്ലാൻ ഇസ് ലൈക്ക്, we will be going for this chapter called കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഈ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സോ ആസ് യൂഷ്വൽ യു വിൽ ബി ടേക്കിംഗ് നോട്ട്ബുക്സ്, ഫ്രഷ് പേജ് എടുക്കുന്നു, ഡേറ്റ് ഇടുന്നു, റിവിഷൻ ആൻഡ് ചാപ്റ്റേഴ്സ് നെയിം എഴുതുന്നു. ദാറ്റ്സ് വാട്ട് യു നീഡ് ടു ഡു. വേഗം ആയിക്കോട്ടെ. എല്ലാവരും നോട്ട്ബുക്ക് ഒക്കെ എടുത്തോ, എല്ലാവരും ഇതെല്ലാം എഴുതിക്കോ. എന്നിട്ട് നമുക്ക് വേഗം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. റെഡിയാണോ ക്വസ്റ്റ്യൻ ചെയ്യാൻ? യെസ്. ഓക്കെ, ഗുഡ്. ബ്ലെസ്സന് റെഡിയാന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് എവറിബഡി ഈസ് റെഡി അല്ലേ? ആയിഷ, ഐഷൽ, ഐഷ. എഴുതിയോ? പേരെല്ലാം എഴുതിയോ? ഓക്കെ, സോ വി വിൽ ഗോ ഫോർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ന് ഇച്ചിരി നീളം കൂടിയ ക്വസ്റ്റ്യൻ എല്ലാം ഉണ്ട് കേട്ടോ. ഇന്ന് ഇച്ചിരി നീളം കൂടിയ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അതെങ്ങനെ എഴുതണ്ടെന്ന് മിസ് പറഞ്ഞുതരാം. എന്നിട്ട് ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. സംടൈംസ് യു ഡോണ്ട് നീഡ് ടു റൈറ്റ് ദ ക്വസ്റ്റ്യൻ, കാരണം ക്വസ്റ്റ്യനും എഴുതി ആൻസർ ഒക്കെ എഴുതി വരുമ്പോഴത്തേക്ക് ഒത്തിരി സമയം പോകും. ബട്ട് വി നീഡ് ടു ഡിസ്കസ് കുറച്ച് സോഴ്സ് ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യണമല്ലോ, അതില്ലാണ്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് മിസ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് 1-2 കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് ഐ വിൽ ടെൽ യു ഹൗ ടു ഡു വെൻ ഇറ്റ് കംസ്. ഓക്കെ, ഫസ്റ്റ് തന്നെ അങ്ങനത്തെയാന്ന് തോന്നുന്നു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് സോഴ്സ് ആണ്. ഈ ABC ആണ് അതിന്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ഈ സോഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇച്ചിരി സ്ഥലം വിട്ടേക്കുക. എന്നിട്ട് നിങ്ങൾ നോട്ട്സ് കിട്ടുമ്പോൾ അത് കോപ്പി ചെയ്താൽ മതി. നൗ യു വിൽ ബി ഓൺലി റൈറ്റിംഗ് ദിസ് ക്വസ്റ്റ്യൻസ് A, B and C. ഓക്കെ, അങ്ങനെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഫുൾ എഴുതി വരുമ്പോഴത്തേക്കും നാളെ ആയാലും തീരൂലടാ. ഓക്കെ, സോ ദ സോഴ്സ് ഇസ് ലൈക്ക്, for centuries human activities such as hunting and encroachment have led to degradation of forests and extinction of many species of plants and animals. Government of India has taken many steps to conserve forest and wildlife, but this movement will not be a success without the involvement of all of us. എന്താ പറയുന്നത്? ഒരുപാട് നാളുകളായിട്ട് നമ്മളുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം ഫോറസ്റ്റ് എല്ലാം നശിച്ചുപോയി. അത് മാത്രമല്ല, ഒരുപാട് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എക്സ്റ്റിൻക്റ്റ് ആയി പോയി. നൗ ദർ ഇസ് നോ ട്രേസ് ഓഫ് ദം അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഫോർ ദിസ് തിങ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? ഫോറസ്റ്റും അവിടെയുള്ള വൈൽഡ് ലൈഫും ഓർഗാനിസംസിനെയും ഒക്കെ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ഹാവ് ഇംപ്ലിമെന്റഡ് കുറേ സ്റ്റെപ്സ്. പക്ഷെ അത് നമ്മളെയും കൂടെ, ഹ്യൂമൻസിനെയും കൂടെ, ഹ്യൂമൻ ആയിട്ടുള്ള ആളുകളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അങ്ങനെ കൺസർവേഷന് വേണ്ടിയിട്ട് അവർ ഒരുക്കിയിട്ടുള്ള സ്റ്റെപ്സ്. സോ ക്വസ്റ്റ്യൻ നമ്പർ A is like, what products are obtained from forest and wildlife? ഫോറസ്റ്റ് എന്നുള്ളത് ഏതൊക്കെയാ, വൈൽഡ് ലൈഫ് എന്നുള്ളത് ഏതൊക്കെയാന്നുള്ളത് നിങ്ങൾ എഴുതും. ദെൻ how can we help in conserving forest and wildlife? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതാ, ലൈക്ക് ഈ പറയുന്ന പോലെ കൺസർവേഷന് വേണ്ടിയിട്ട് what can you do? അതാണ് എഴുതേണ്ടത്. Third one is like, can you name some organization which are working against killing or poaching of animals? കില്ലിങ്ങും പോച്ചിങ്ങും ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് എ ലോട്ട് ഓഫ് ഓർഗനൈസേഷൻസ് ലൈക്ക് ഇൻ ഇന്ത്യൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഉണ്ട്. അപ്പൊ അതിൽ 2-3 പേര് എഴുതുക ഇസ് വാട്ട് യു നീഡ് ടു ഡു. ഓക്കെ, അപ്പൊ ABC ക്വസ്റ്റ്യൻ വേഗം കോപ്പി ചെയ്യണം. എന്നിട്ട് ABCയുടെ ആൻസർ എഴുതണം. ഐ വിൽ ഗിവ് യു സം ടൈം ഫോർ ദാറ്റ്. എഴുതാത്തവരൊക്കെ പിടിക്കും അല്ലേ? നമ്മൾ എഴുതാത്ത പിള്ളേരെയൊക്കെ പിടിച്ച് അവർക്ക് റീറൈറ്റ്, ഇമ്പോസിഷൻ അങ്ങനത്തെ പരിപാടികളൊക്കെ കൊടുക്കും. ഓക്കെ, എഴുതി കഴിഞ്ഞിട്ട് ഹാൻഡ് റൈസ് ചെയ്യണം കേട്ടോ മക്കളെ. എഴുതി കഴിഞ്ഞിട്ട് ഹാൻഡ് റൈസ് ചെയ്യണം.
Elena, you finished? Yes. That's great. Miss Unseen. എന്നതാണ്? മ്യൂട്ട് ചെയ്യോ പൃഥു? അൺസീൻ പാസേജ് അല്ല മക്കളെ, പാസേജ് പോലെ ഇവിടെ തന്നിട്ടുണ്ട്. That will be sometimes related, sometimes some answers will be there in the passage itself. അല്ലാതെ നിങ്ങൾ ചെയ്യണം. എടാ നിങ്ങൾ സ്കൂളിൽ ആൻസർ ചെയ്തിട്ടുള്ളപ്പോ ക്വസ്റ്റ്യൻസ് എക്സാം ചെയ്തിട്ടുള്ളപ്പോ യു ഹാവ് നോട്ട് കെയിം അക്രോസ് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളവരൊന്ന് കൈവശം കാണിച്ചേ, ചെയ്തിട്ടുള്ളവരൊന്ന് കൈവശം കാണിച്ചേ. ഓക്കെ, കുറച്ച് പേര് ചെയ്തിട്ടുള്ളൂ. ഐ ടെൽ യു, ഐ വാസ് നോട്ട് അവെയർ ദാറ്റ് കേട്ടോ. കാരണം ഞാൻ ന്യൂ ബാച്ച് ചെയ്യിച്ചപ്പോൾ അവർക്ക് അറിയാമായിരുന്നെന്ന് പറഞ്ഞു. ഓക്കെ, now I'll tell you one thing. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കണേ. തിങ് ഇസ് ലൈക്ക്, നമ്മൾക്ക് CBSEയിൽ there is a question called as case based question എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കേസ് ബേസ്ഡ്. ഓക്കെ, ഈ കേസ് ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there will be some paragraph given. ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടായിരിക്കും. ഈ പാരഗ്രാഫിന്റെ അണ്ടറിൽ ABCD വരെയാണ് മാക്സിമം ക്വസ്റ്റ്യൻസ്. ഇവിടെ ഇപ്പൊ ABC വരെ ഉള്ളൂ. അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. യു ഹാവ് ടു റീഡ് ദ പാരഗ്രാഫ് ആൻഡ് ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. ദാറ്റ്സ് വാട്ട് യു നീഡ് ടു ഡു. സംടൈംസ് വാട്ട് ഹാപ്പൻസ്, ഈ പാരഗ്രാഫിനകത്ത് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഒക്കെ ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണത്തില്ല. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക്, ഈ പാരഗ്രാഫ് വിൽ ബി കണക്റ്റഡ് ടു ദ ക്വസ്റ്റ്യൻസ്. ഇവിടെ ഇതുമായിട്ട് കണക്റ്റഡ് അല്ലേ, അതുപോലെ. സോ ഹിയർ വൺ പാരഗ്രാഫ് ഈസ് ഗിവൻ, അതിന് താഴെ 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നൗ യു ഹാവ് ടു ആൻസർ. പക്ഷെ തിങ് ഈസ് ലൈക്ക്, ഈ പാരഗ്രാഫിൽ ഇതിന് ആൻസർ ഇല്ല. സോ യു ഹാവ് ടു develop the answer by your own. കേട്ടോ? യാ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ. എടാ നിങ്ങൾ വേഗം ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ കേട്ടോ. This is a basic type of ഒരു question that comes in CBSE classes, CBSE exams. കേട്ടോ? Yeah. For those who have completed the answering, hand raise ചെയ്യണം മക്കളെ. ഭയങ്കര ഈസി ആണിത്. യു ഡോണ്ട് നീഡ് ടു റൈറ്റ് എ ലോട്ട്. എല്ലാത്തിനും 1 മാർക്ക് ഈച്ച് ആണ്. സോ ദിസ് ഇസ് എ 3 മാർക്ക് ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം വരും. അപ്പൊ 1 മാർക്കിനുള്ള രീതിക്ക് എഴുതിയാൽ മതി. ഇവിടെ പ്രൊഡക്ട്സ് എഴുതുമ്പോൾ ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന 2 പ്രൊഡക്റ്റിന്റെ പേര് എഴുതുക, വൈൽഡ് ലൈഫിൽ നിന്ന് കിട്ടുന്ന 2 പ്രൊഡക്റ്റിന്റെ പേര് എഴുതുക. ലൈക്ക് വൈസ്. കേട്ടോ? അത്ര മതി. ഒത്തിരി ഇലാബറേറ്റ് ആയിട്ട് യു ഡോണ്ട് നീഡ് ടു റൈറ്റ് ലൈക്ക് എസ്സേ കൈൻഡ് ഓഫ് പാരഗ്രാഫ്സ്. ഇവിടെ ഇപ്പൊ നിങ്ങൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിനെ കൺസർവ് ചെയ്യാനായിട്ട് ഹൗ ക്യാൻ വി ഹെൽപ്പ്, ദാറ്റ് യു ക്യാൻ ഡു 2 sentences മിനിമം മതി. ഇനി ഓർഗനൈസേഷന്റെ പേര് ഏതെങ്കിലും 2 എണ്ണം മതി. ഓക്കെ, 2 എണ്ണം വീതം എഴുതാൻ പറ്റിയോ? അതർവൈസ് ഇഫ് യു ഡോണ്ട്, ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങൾക്ക് ഓർമ്മയില്ലാന്നായിരിക്കും, ഡോണ്ട് വറി. യു ക്യാൻ ഗെറ്റ് യുവർ മെറ്റീരിയൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് എടുക്കാം, എന്നിട്ട് നിങ്ങൾക്ക് അത് നോക്കി കണ്ടുപിടിക്കാം. കേട്ടോ? ഐ എം നോട്ട് സെയിങ് ദാറ്റ് യു ഷുഡ് ബി റൈറ്റിംഗ് ഓൾ ദീസ് തിങ്സ് ബൈ ലൈക്ക് ഫ്രം യുവർ മൈൻഡ്. അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല. മാം, speechless I am. Okay. ഓൾമോസ്റ്റ് കുറച്ച് പേരൊക്കെ ആൻസർ ചെയ്ത് കഴിഞ്ഞു അല്ലേ? യാ, ഓക്കെ, ചോദിക്കാം നമുക്ക്. യെസ്, നമ്മൾ ആരോടാണ് ചോദിക്കുന്നത്? അൻവിത. അൺമ്യൂട്ട് ചെയ്യുമോ മക്കളെ?
Good evening. Mangle, what are the products that you obtain from forest and wildlife? എഴുതിയത് വായിച്ചോ. Okay, anything you know from these three? C. Okay, C പറഞ്ഞു അങ്ങനെയാണല്ലോ. Conservation of International Union Conservation of Nature and Nature Reserve. Okay. IUCN. പിന്നെ വേറെ എന്തെങ്കിലും? ഒരു പാണ്ട പിക്ചർ ഒക്കെയാണ് അതിന്റെ ലോഗോ എന്നൊക്കെ മിസ് പറഞ്ഞിട്ടുണ്ടായി ക്ലാസ് ടൈമിൽ, ഓർമ്മയുണ്ടോ? പാണ്ടയുടെ ഫോട്ടോയുള്ള ലോഗോ ഉള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ടെന്ന്. No. It's okay. Very good, Anvita. Anvita അല്ലേ? Yes. Very good, Anvita. You got one organization's name. We have something left. അതുകൊണ്ട് നമുക്ക് അടുത്ത ആളോട് ചോദിച്ചു നോക്കാം. ആരാ? ശിവദർശ്. അൺമ്യൂട്ട് ചെയ്യാമോ മക്കളെ? Yes. മക്കളെ ഇതിൽ എന്റെ ആൻസർ പറയോ? Yes. Okay. What are the products that you got from forest? Medicines. Wood. Honey. Timber. Okay. പക്ഷേ ഈ വൈൽഡ് ലൈഫിൽ നിന്ന് കിട്ടിയതോ? അതേതില്ല, സെപ്പറേറ്റ് ചെയ്തണം കേട്ടോ. അങ്ങനെ എല്ലാവരും ചോദിച്ചേക്കണേ കേട്ടോ. അപ്പൊ യു ക്യാൻ റൈറ്റ് എനിത്തിങ്. നമുക്ക് വൈൽഡ് ഓർഗാനിസംസിൽ നിന്ന് കിട്ടുന്ന എന്തും നമുക്ക് എഴുതാം. ഓക്കെ. ബീന്റെ ആൻസർ അറിയുമോ? ഹൗ ക്യാൻ വി? അതെഴുതില്ല. ഓക്കെ. സീന്റെ ആൻസർ? അത് ശരിയല്ലെന്ന് ഞാൻ ശരിയല്ലോ അല്ലേ എന്ന് പറയുന്നത്. നീ പറഞ്ഞു നോക്ക്. ചെക്ക്. വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒരു ഓർഗനൈസേഷൻ അല്ലല്ലോ. വിൽ ബി റൈറ്റിംഗ് സം ഓർഗനൈസേഷൻ കേട്ടോ. ഇറ്റ്സ് ഓക്കെ. ഐ ഷോ യു ആൻസർ. ഇപ്പൊ വൈൽഡ് ലൈഫിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റ് എഴുതിക്കോ കേട്ടോ അപ്പത്തേക്കും. ഓക്കെ. വെരി ഗുഡ് ശിവദർശ് അല്ലേ? നമുക്ക് അടുത്ത ഒരാളോടും കൂടെ ചോദിച്ചു നോക്കണം. യെസ്, ശ്രദ്ധ വൈൽഡ് ലൈഫിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റ് ശ്രദ്ധയ്ക്ക് പറയാൻ പറ്റുമോ? അതറിയൂല. ഓക്കെ. ബീന്റെ ആൻസർ? ഓക്കെ. ഓക്കെ. ഓക്കെ, സൂപ്പർ, വെരി ഗുഡ്. ഇവിടെ ഒരു ഓർഗനൈസേഷന്റെ പേരും കൂടെ ശ്രദ്ധക്ക് അറിയോ? യെസ്. ഒന്നും കൂടെ അൺമ്യൂട്ട്. യെസ്, പറഞ്ഞു മക്കളെ. യെസ്, WWF, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. സൂപ്പർ. നമുക്ക് ഓൾമോസ്റ്റ് ഇതിന്റെ എല്ലാത്തിന്റെ ആൻസർ കിട്ടി. വെരി ഗുഡ് ശ്രദ്ധ, ശിവദർശ് ആൻഡ് അൻവിത അല്ലെ? അങ്ങനെയാന്ന് ഓർമ്മ. ഓക്കെ. അപ്പൊ നമുക്ക് ഞാൻ ആൻസർ പറഞ്ഞുതരാം. നിങ്ങൾ എഴുതിച്ചുള്ള ആൻസർ ഓക്കെ ആണെങ്കിൽ ദാറ്റ്സ് ഓക്കെ. അതർവൈസ് ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ ഇഫ് യു ഗോട്ട് എനി എക്സ്ട്രാ പോയിന്റ്സ് ഫ്രോം മൈ ആൻസർ, ആ എക്സ്ട്രാ പോയിന്റ്സ് മാത്രം കോപ്പി ഡൗൺ ചെയ്യാം. ഓക്കെ. ഓക്കെ. സോ ഐ ഷോ മൈ ആൻസർ. ഇതാണ് എന്റെ ആൻസർ. യെസ്. ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റ് ആയിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് വുഡ്, ഫയറിന് വേണ്ടിയിട്ടുള്ള വുഡ് എനിക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഫർണിച്ചർ ഉണ്ടാക്കാനുള്ള ടിമ്പർ നമുക്ക് കിട്ടാറുണ്ട്. മെഡിസിൻസ്, പിന്നെ അതുപോലെ തന്നെ ലൈഫ് സ്റ്റോക്കിന് വേണ്ടിയിട്ടുള്ള ഫൊറേജ്, ഗമ്മ്, പേപ്പർ, ഇതൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്നതാണ്. വൈൽഡ് ലൈഫിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് ഹോൺ. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എലിഫന്റിന്റെ ടസ്കേഴ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മനസ്സിലാക്കുക ഹോൺ അല്ലെ? പിന്നെ അതുപോലെ തന്നെ സ്കിന്ന്, ലെതർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഫറ്, ഇപ്പോ നമ്മളുടെ എന്താ പറയാ ഷീപ്പിന്റെ ഫറൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ? ലൈക്ക് വൈസ് മീറ്റ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. യു ക്യാൻ ഗോ ഫോർ എനി തിങ്സ് ദാറ്റ് യു ഗെറ്റ്. ഇത്ര എണ്ണം എഴുതണ്ട. ഐ ഹാവ് റിട്ടൺ എ ലോട്ട്. യു നീഡ് ടു റൈറ്റ് ഓൺലി 2 of them കേട്ടോ. 2 എണ്ണം ഈസ് ലൈക്ക് ഇന്നഫ്. ഫോറസ്റ്റിന് 2 എണ്ണം, വൈൽഡ് ലൈഫിന് 2 എണ്ണം. അപ്പൊ തന്നെ നമുക്ക് ഇഷ്ടം പോലെയായി. ഓക്കെ. ദെൻ സെക്കൻഡ് തിങ് ഇസ് ലൈക്ക് നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം. സോ ഐ ഹാവ് റിട്ടൺ ലൈക്ക് നമ്മൾക്ക് അനിമൽ പ്രൊഡക്ട്സ് കുറച്ചൊക്കെ നമ്മൾ നോ പറയണം. എല്ലാ പ്രൊഡക്റ്റിനോടും നമുക്ക് നോ പറയാൻ പറ്റത്തില്ല. ബട്ട് വി വിൽ ബി സേയിങ് നോ ടു ദോസ് പ്രൊഡക്ട്സ് വിച്ച് ഇൻവോൾവ് കില്ലിംഗ് ഓഫ് ആനിമൽസ്, ഹണ്ടിങ് ഓഫ് ആനിമൽസ് ആൻഡ് പോച്ചിങ് ഓഫ് ആനിമൽസ് അല്ലെ? ഇപ്പൊ നമുക്ക് ആനയുടെ ടസ്കർ ഒക്കെ എടുക്കണമെങ്കിൽ ആനയെ നമ്മൾ കില്ലിയൊക്കെ ചെയ്യണം അല്ലെ? അപ്പൊ നമുക്ക് വി കൻ സിംപ്ലി സേ ദാറ്റ് നോ, ഐ ഡോണ്ട് വാണ്ട് എനി പ്രൊഡക്റ്റ് റിലേറ്റഡ് ടു ദാറ്റ് അല്ലെ? ഇപ്പൊ നമ്മൾക്ക്
ലെതർ എടുക്കണമെന്നുണ്ടെങ്കിൽ വിൽ ബി ലൈക്ക് കില്ലിങ് ആനിമൽസ്. പണ്ടൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് ചെണ്ട ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തോലൊക്കെ എടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു, മൃഗങ്ങളുടെ സ്കിന്നിൽ നമ്മൾ എടുക്കുമായിരുന്നു. സോ വിൽ ബി സെയിങ് നോ ടു ദോസ് പ്രൊഡക്ട്സ്. അങ്ങനെ ആനിമൽസിനെ ഹണ്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിന് നമ്മൾ നോ പറയുന്നു. പിന്നെ അത് മാത്രമല്ല വി ക്യാൻ സേ ലൈക്ക് ഇപ്പൊ ശ്രദ്ധ പറഞ്ഞ പോലെ അധികം ഡീഫോറസ്റ്റേഷൻ നമ്മൾ അലൗ ചെയ്യില്ല. വി വിൽ ബി അലൗവിങ് മോർ പ്ലാന്റിങ്. അഫോറസ്റ്റേഷൻ ആയിരിക്കും നമ്മൾ അലൗ ചെയ്യുന്നത്. വിൽ ബി സെയിങ് ദാറ്റ് നമ്മൾ കൂടുതൽ പ്ലാന്റ്സ് ഗ്രോ ചെയ്യാം, സാപ്ലിങ്സ് പ്ലാൻ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറേ എന്ത് വരും, പ്ലാന്റ്സ് നമുക്ക് ഒരു ഫോറസ്റ്റ് ഏരിയ പോലെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഐ ഹാവ് റിട്ടൺ ദാറ്റ് വി ക്യാൻ ക്രിയേറ്റ് അവയർനെസ് അമംഗ് പീപ്പിൾ. അല്ലേ, ഇപ്പൊ നിങ്ങളുടെ ചുറ്റുമുള്ള ഒത്തിരി ആളുകൾ ഉണ്ടായിരിക്കും, മേ ബി ദേ ആർ നോട്ട് അവെയർ അബൌട്ട് ദീസ് തിങ്സ്. നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പരിചയത്തിലുള്ളവർക്ക് ഇവർക്ക് ഈ ഫോറസ്റ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രോബ്ലംസിനെ പറ്റിയോ ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, വി ക്യാൻ മേക്ക് ദം അവെയർ. അല്ലെ, ദാറ്റ്സ് ഓൾസോ വി ക്യാൻ ഡു ഫ്രം അവർ സൈഡ്. അല്ലെ, അങ്ങനെ. പിന്നെ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് 1 is വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ, WWF. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാണ്ഡയുടെ ലോഗോയാണ്. ഗ്രേറ്റ് പാണ്ഡ ഇല്ലേ, പാണ്ഡയുടെ ലോഗോയാണ് ഇവന്. പിന്നെ ഇന്റർനാഷണൽ ഫണ്ട് ഫോർ ആനിമൽ വെൽഫെയർ, വേൾഡ് സൊസൈറ്റി ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ആനിമൽസ്. ഇത് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾക്ക് ആരാ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല, IUCN എഴുതാം. അനുമതി ഞാൻ തോന്നുന്നു, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ നേച്ചർ, കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സീന്റെ ആൻസർ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഈസ് ദർ എനിവൺ ഇൻ മൈ ക്ലാസ് ഹു ഗോട്ട് ആൻസർ ഫോർ ഓൾ ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ്? ABC എല്ലാത്തിനും ആൻസർ അറിയാമായിരുന്ന കുറേശ്ശെ മതി കേട്ടോ. ഐ ഡോണ്ട് നീഡ് ലൈക്ക് ഭയങ്കര വലിയ വലിയ ആൻസേഴ്സ്. കുറേശ്ശെ ആൻസർ അറിയാമായിരുന്നവരൊക്കെ ഒന്ന് കൈവശം കാണിച്ചേ. Okay, good. Otherwise, you can copy down. Okay, I'll give you some time to copy down. You can copy. Entire line by line copy ചെയ്യേണ്ട മക്കളെ. നിങ്ങൾ എഴുതിയിട്ടുള്ളതിനകത്ത് പെടാത്ത എന്തെങ്കിലും പോയിന്റ്സ് മിസ്സിന്റെ ആൻസറിലുണ്ടെങ്കിൽ അത് മാത്രം കോപ്പി ചെയ്താൽ മതി കേട്ടോ. കഴിഞ്ഞു. Shall we move? ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ആർക്കെങ്കിലും ഇത് കഴിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം സ്ക്രീൻഷോട്ട്. ഓക്കെ, ഇതുപോലത്തെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാവേ. ഇതേപോലെ പാസേജ് ഉണ്ടായിരിക്കും, താഴെ 2-3 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ആൻഡ് ഫ്രം ദാറ്റ് യു വിൽ ബി ഗാദറിംഗ് ആൻസേഴ്സ്. ഓക്കെ, യെസ്. Many people in world find it status symbol of wearing and keeping leather clothes and leather articles with them. Even Shatush shawls made of an endangered species of antelope are also in greater demand and highly priced. ഇതാണ് ഇവിടെ തന്നേക്കുന്ന പാസേജ്. എന്താ പറയുന്നത്, ഒത്തിരി ആളുകളുണ്ട് നമ്മളുടെ ചുറ്റിനും ഭയങ്കര എന്താ പറയാ ഒരു ലൈക്ക് റിച്ച് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് they will be using wearing and keeping ലെതറിന്റെ ക്ലോത്ത്സ് ഒക്കെ ഇടുന്നവരുണ്ടായിരിക്കും. ലെതറിന്റെ ലൈക്ക് സാധനങ്ങളൊക്കെ ഇപ്പൊ ബാഗ് അല്ലെങ്കിൽ ചെരുപ്പ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. ആൻഡ് വി ഹാവ് വൺ തിങ് കോൾഡ് ഷത്തൂഷ് ഷോൾസ്. ഇത് ഒരു ആന്റിലോപ്പിന്റെ സ്കിൻ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ്. അതൊരു എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ്. വെൻ വി നീഡ് ടു മേക്ക് ദിസ് ഷോൾ വി നീഡ് ടു കിൽ ദാറ്റ് ഓർഗാനിസം. ആൻഡ് അതിനാണെങ്കിൽ ഭയങ്കര പൈസയാ. അത്രയും പൈസ കൊടുത്ത് നമ്മുടെ നാട്ടിലെ ആളുകൾ അതിനെ വാങ്ങുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു കേസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, then there are 3 questions ABC.
First question is like, do you think we must use leather items for just show off? Show off ചെയ്യാൻ വേണ്ടി നമ്മൾ leather items യൂസ് ചെയ്യാൻ പാടുണ്ടോ? You can write yes or no. Okay, നിങ്ങളുടെ ഇഷ്ടമാണ്. Okay, but whenever you write in a sentence, I support അല്ലെങ്കിൽ I think that we can use that അല്ലെങ്കിൽ I don't think that we can use that. അങ്ങനെ ഒരു സെന്റൻസ് പോലെ ഇത്. Okay, then second question is like, what is endangered species? നമ്മൾ പഠിച്ചിട്ടുണ്ട് endangered species എന്നതാ എന്നുള്ളത്. അപ്പോൾ അതിനൊരു ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. You have to write the definition. Then C question is like, can you name an extinct species which was exploited for meat? Already ഇല്ലാണ്ടായി പോയി, ഇപ്പൊ ഭൂമിയിലേ ഇല്ല, അങ്ങനത്തെ സ്പീഷീസ് ആണ് എക്സ്റ്റിങ്ക്ട് സ്പീഷീസ് അല്ലെ. യു ഹാവ് ടു നെയിം വൺ സ്പീഷീസ് ഹു വാസ് എക്സ്പ്ലോയിറ്റഡ് ഫോർ മീറ്റ്. മീറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കൊന്നു കളഞ്ഞ് ഇല്ലാണ്ടായ ഒരു സ്പീഷീസിന്റെ പേര് എഴുതുക. വേഗായിക്കോട്ടെ. Now here also you will be only writing these ABC questions and will be answering only that. Spare some space so that you can copy the passage after you get the notes. Okay. മാമത്തിന് നമ്മൾ മീറ്റിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ ജോഹാൻ? Did we? ഞാൻ ഒരു ക്ലൂ തരാം, എല്ലാവർക്കും ഞാനൊരു ക്ലൂ തരാം. സീന്റെ ആൻസർ, ലാസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ, there was some organism before in our like earth which was similar to a duck. Yes, very good. അമ്മേ, ബംഗാൾ ടൈഗർ. ആരടാ ടൈഗറിന്റെ മീറ്റ് തിന്ന് ജീവിക്കുന്ന ആൾ ഇവിടെ ഉള്ളത്? ബംഗാൾ ടൈഗറെ. അതിന്റെ അരികത്ത് പോയാൽ മതി, നമ്മൾ അതിന്റെ മീറ്റ് ആവും. വെരി ഗുഡ് മുഹമ്മദ് ഇഷാൻ. ക്ലൂ ആണ്, താറാവിന്റെ പോലെയുള്ള ഒരു സാധനമായിരുന്നു. വെരി ഗുഡ് ജോഹാൻ, ഇപ്പൊ കിട്ടിയല്ലോ. ശ്രദ്ധ, അനന്തു, പിന്നെ ആൻ മറിയം. വെരി ഗുഡ്, യു ഡീകോഡഡ് ഇറ്റ് വെരി ഈസിലി. നിങ്ങൾ മാത്രല്ല, ഒരുപാട് പേരുണ്ടെന്ന് തോന്നല്ലേ. കഴിഞ്ഞു ജോഹാൻ, യു ഫിനിഷ്ഡ്? സി കിട്ടി. വെരി ഗുഡ് ധാർമിക്. ഡിനോസർ. നീ ചെന്നാ മതി. നീ എന്തിനാണെന്ന് അറിയടാ, നീ ഒരു ലൈക്ക് വല്ല അമ്പോ വില്ലോ ഒക്കെ ആയിട്ട് യു ഗോ ടു ഡിനോസർ and get the meat. എടാ, ഡിനോസറിനെ പിടിക്കണമെങ്കിൽ നമ്മൾ വേണ്ടേ? അതിനാ ഡിനോസർ ഉള്ളപ്പോ. we were not there when dinosaur was here. ഇത് ഈസിയാ അല്ലേ? മുന്നത്തേല് ഈസി ആയിട്ട് തോന്നുന്നുണ്ടോ ഇത്? മുന്നത്തെ ചോദ്യത്തിനേലും ഈസി ആയിട്ട് തോന്നുന്നുണ്ടോ ഇത്? യെസ്, ഓക്കെ, ഗുഡ്. ഹെയ്ഡൻ കഴിഞ്ഞോ? ഇന്നെന്താ ഒരു ഉഷാറ്? ആൻസർ ഒന്നും വരുന്നില്ലല്ലോ. എടാ റോഷനെ, നീ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? കസേര മാത്രം ഒറ്റയ്ക്ക് ഇരുത്തി പോയേക്കല്ലോ അല്ലേ? റോഷനല്ലേ അത്? അല്ലേ? തേർഡ് റോ, തേർഡ് വൺ. റിഷാൻ. സോറിയടാ, ഞാൻ നിന്നെ എത്ര നേരം ചോദിച്ചത് മക്കളെ. തല മാത്രമേ ഉണ്ടായുള്ളൂ. എടാ, മിസ് സിക്ക് ക്ലൂ തന്നടാ, നിങ്ങള് കേട്ടില്ലേ? ഇറ്റ് ലുക്സ് ലൈക്ക് എ ഡക്ക്. ഡക്ക് ഡക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. എഴുതി കഴിഞ്ഞവരൊക്കെ ഹാൻഡ് റൈസ് ചെയ്തോ. ലാബ്രഡോർ ഡക്ക്. അങ്ങനെ ഒരു ഡക്ക് ഉണ്ടോടെ? ഐ ഹാവ് ഓൺലി ഹേർഡ് അബൌട്ട് ലാബ്രഡോർ ഡോഗ്. ഡോഡോ ബേർഡ് ആണോ മിസ്? താറാവ് പോലെടാ. ഇറ്റ് വാസ് സിമിലർ ടു താറാവ്.
ഡി ഡി അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നിനക്ക് ഒരു സിമിലാരിറ്റി തോന്നുന്നില്ല മക്കളെ? ഓക്കെ ഓക്കെ, ചോദിക്കാം നമുക്ക്. യെസ്, ആരാണ്? നിയ. ഓക്കെ നിയ, നിയ ഫസ്റ്റ് വണ്ണിന്റെയും സെക്കൻഡ് വണ്ണിന്റെയും തേർഡ് വണ്ണിന്റെയും ആൻസർ പറയാലോ അല്ലെ? യെസ്, ഓക്കെ. വാട്ട് ഡു യു തിങ്ക്? നമ്മൾ ഷോ ഓഫിന് വേണ്ടി ലെതർ ഐറ്റംസ് യൂസ് ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. നോ എന്നാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, ഗുഡ്. ഇനി വാട്ട് ഈസ് എൻഡേഞ്ചേർഡ് സ്പീഷീസ്? Species that face a very high risk of extinction in the wild are called endangered species. Okay, those who are facing the threat of extinction, അവരാണ് endangered species. Okay, very good. Then last one. ഞാൻ ക്ലൂ തന്നല്ലോ. ഡക്കല്ല, it looks like a duck. It's okay ഡാ, it's okay നിയ. വെരി ഗുഡ് നിയ. എടാ ഞാൻ ക്ലൂ തന്ന് ഡീകോഡ് ചെയ്തെടുത്ത സീന്റെ ആൻസർ അറിയുന്നവർ ആരോടാ നമ്മൾ ചോദിക്കുന്നത്? മീവൽ. യെസ്, മീവൽ എൽസ. യെസ് മക്കളെ, can you name C? Unmute. Yes, പറഞ്ഞോടാ. ആ എക്സ്പ്രഷൻ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഇറ്റ്സ് ഓക്കെ. യു റോട്ട് അതർ ടു? Yeah? No. Why? This you can write just yes or no. You wrote this? Yeah, I wrote. What about this? Maybe like എനിക്കറിയാം, but you didn't write. Why? Yes. Okay, okay. എഴുതിക്കോ കേട്ടോ. Okay, you have time. Okay, നമ്മൾ അടുത്തത് ആരോടാണ് ചോദിക്കുന്നത്? വൈഗ. വൈഗ, can you name C? Good evening മക്കളെ. Dodo. Very good. Dodo was like a duck kind of an organism. അത് പോയി അതിന് നമ്മൾ മീറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച്. ഓക്കെ, വെരി ഗുഡ് വൈഗ. എടാ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഇറ്റ്സ് ലൈക്ക് ഐ ഷോ മൈ ആൻസർ. ഓക്കെ, ദ തിങ് ഇസ് ലൈക്ക് യെസ്, നമ്മൾ ലെതർ ഐറ്റംസ് ഷോ ഓഫിന് വേണ്ടി യൂസ് ചെയ്യാൻ പാടുണ്ടോ? ഐ ഹാവ് സെഡ് നോ. എടാ എന്റെ ക്ലാസ്സിൽ ആരെങ്കിലും ഫസ്റ്റ് ക്വസ്റ്റിന് എ ക്വസ്റ്റിന് യെസ് എഴുതിയവരുണ്ടോ? ഉണ്ടോ? ഓ, ഐ കാണ്ട് സീ. യെസ് എഴുതിയ ആളുകളെ എനിക്ക് കാണാം. ഓക്കെ, എനിവേ വി മോസ്റ്റ്ലി ഗോ ഫോർ നോ. കാരണം ലെതർ ഉപയോഗിക്കണമെങ്കിൽ ആനിമലിനെ കില്ല് ചെയ്യണോ? നമ്മൾ ബയോളജി സ്റ്റുഡൻസ് അങ്ങനെയൊന്നും ഇല്ലാത്ത ആളുകളാണ്. സോ വിൽ നോട്ട് ബി ഡൂയിങ് ദാറ്റ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നോ എഴുതി. പിന്നെ എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്താ? That is like a species which is at the risk of getting extinct. അല്ലേ? Either you can say like it is threatened species നെ നമ്മൾ endangered species എന്ന് വിളിക്കുന്നു. സെയിം ആൻസർ ഡോഡോ. ഓക്കെ, നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നുകൊണ്ടും സെൽഫിഷ് ആയിരുന്നുകൊണ്ടും what we were like, we did a cruel activity and we removed entire dodo species from the earth. Dodo was a pigeon. Passenger pigeon was there, similar to pigeon. കേട്ടോ, എത്ര പേർക്ക് മൂന്നിന്റെയും ആൻസർ എഴുതാൻ പറ്റി? കൈ വീശി കാണിച്ചേ. ഓക്കെ, my entire class is there. Super. അടിപൊളി. Okay, very good. Okay, we will now go on to next question. ഇതിന്റെ കേസ് ഞാൻ കളഞ്ഞു. It was a very long case. അത് വായിക്കണമെങ്കിൽ തന്നെ കുറെ സമയം എടുക്കുന്നതുകൊണ്ട് I have removed the case. We only have 4 questions here. Why are wildlife sanctuaries important for the conservation of plants and animals? എന്തുകൊണ്ടാണ് വൈൽഡ് ലൈഫ് കൺസർവേഷന് വേണ്ടിയിട്ട്, ലൈക്ക് വൈൽഡ് ലൈഫ് കൺസർവേഷൻ വെച്ചാൽ പ്ലാന്റ്സ് ആനിമൽസ് എല്ലാവരും കൂടെ ഉള്ളത് കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ഓക്കെ, ബി ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക്, ഹൗ ആർ ഈവൻ സ്മോൾ ആനിമൽസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ആൻ ഇക്കോസിസ്റ്റം? ഓക്കെ, യെസ്. സി ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക്, a new species X was introduced into a forest. How is it likely to affect local species of that area? Does soil erosion affect the fertility of soil? How? ഒരു പുതിയ സ്പീഷീസ് നമ്മൾ ഫോറസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതെങ്ങനെയാണ് അവിടുത്തെ സ്പീഷീസിനെ എഫക്ട് ചെയ്യുന്നത്? ദാറ്റ്സ് എ സി ക്വസ്റ്റ്യൻ. ഡി ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക്,
സോയിൽ ഇറോഷൻ കാരണം സോയിലിന്റെ ഫെർട്ടിലിറ്റി മോശമാകാൻ ചാൻസ് ഉണ്ടോ? വേഗം ആൻസർ എഴുതിക്കോ. ചോദ്യം എഴുതണം എന്നിട്ട് ആൻസർ എഴുതണം കേട്ടോ. നമുക്ക് ജസ്റ്റ് ആരെങ്കിലും എഴുതാത്ത ഇരിപ്പുണ്ടോ ഒന്ന് തപ്പിയാലോ? ആരാണ്? അത് ശങ്കർ. കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു ഞാൻ, കഴിഞ്ഞ ക്ലാസ്സിൽ വന്നപ്പോ. അല്ലേ, നിന്നെ അല്ലേടാ ഞാൻ കണ്ടത്? അല്ലേടാ? ഐ തിങ്ക് സോ. എല്ലാരും എഴുതുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആരണേ, പെനെല്ലാം ഇപ്പൊ തുറക്കുന്ന ഞാൻ കണ്ടു കേട്ടോ. എന്നെല്ലാം നോക്കുന്ന സൈഡിൽ ആരും ഉണ്ട്? ഇല്ലടാ, പാരനില്ലടാ അവിടെ. പിടിക്കപ്പെട്ടു നീ. തീർന്നു. ഡോണ്ട് വറി. മാധവ്, യു ഫിനിഷ്ഡ്? മാധവ് കൃഷ്ണ കഴിഞ്ഞോ? എടാ ഞാൻ വിളിച്ചപ്പോ അല്ലടാ നീ എഴുതി തുടങ്ങിയത്? അല്ലടാ. അല്ല. ഓക്കെ, ഐ കാൻ സീ യുവർ ഫേസ്. ഓൺലി നിന്റെ ടീഷർട്ടിലുള്ള ആരോ ബാറ്റ്മാനോ സ്പൈഡർമാനോ മാത്രമേ എനിക്ക് കാണാൻ ഒക്കുന്നുള്ളൂ. നൗ യുവർ വാച്ച്. വേഗം ഇത്. ശ്രദ്ധ കഴിഞ്ഞോ? ഓക്കെ, ഗുഡ്. ശിവ കഴിഞ്ഞോ? ഓക്കെ, ഗുഡ്. എഴുതുന്നു അല്ലേ? I am just writing to understand your, actions. Okay. Dion കഴിഞ്ഞോ? കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? ഫോർ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതാനുണ്ട്. ഇറ്റ്സ് എ ബിറ്റ് ടാസ്ക് അല്ലേ? ഇച്ചിരി ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഞാൻ കൊണ്ടുവന്നേ അല്ലേ? വാട്ട് അബൌട്ട് പുട്ടിംഗ് വൺ ഓഫ് ദീസ് ഫോർ യുവർ നെക്സ്റ്റ് എക്സാം? യെസ്, എല്ലാരും യെസ് കാണിച്ചു. അതുകൊണ്ട് ഐ വിൽ ബി ടേക്കിംഗ് ദാറ്റ്. ഓക്കെ, ചോദിക്കാം നമുക്ക്. മെല്ലെ ചോദിച്ചു തുടങ്ങാം, എന്നിട്ട് നമുക്ക് ആൻസർ അവസാനം റീഡ് ചെയ്യാം. ഓക്കെ, ആരോടാണ് നമ്മൾ ആദ്യം ചോദിക്കുന്നത്? ഡിയോണിനോട് ചോദിച്ചു നോക്കാം. യെസ് ഡിയോൺ, അൺമ്യൂട്ട് ചെയ്യൂ. ഏതിന്റെ ആൻസർ പറയോ മക്കളെ? വൈ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആർ ഇമ്പോർട്ടന്റ്? Wildlife sanctuaries are important for നോക്കി പറഞ്ഞോ, നീ നോക്കി വായിച്ചോ. sanctuaries are important for their വാട്ട്സ് വളർച്ചയുടെ ഇംഗ്ലീഷ്? their growth their growth. ഓക്കെ, ആരുടെ ഗ്രോത്താ? of these endangered species. ഓഫ് endangered species. ഓക്കെ,
അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് ഹണ്ട് ചെയ്യോ ആനിമൽസിനെ? ഇല്ല. പോച്ചയോ? പോച്ചയോ? ഇല്ല. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. ഇനി അടുത്ത ചോദ്യം, ഹൗ ആർ ഈവൻ സ്മോൾ ആനിമൽസ് ഇമ്പോർട്ടന്റ് ഇൻ ആൻ ഇക്കോസിസ്റ്റം? വെരി ഗുഡ് ഡിയോൺ. അടുത്ത ചോദ്യത്തിന് ആൻസർ പറയുന്നത് ആരായിരിക്കും? ആയിഷ. ആയിഷ, എന്തുകൊണ്ടാ കുഞ്ഞ് ആനിമൽസ് വരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാ? ആ, കുഴപ്പമില്ല, വി അപ്രീഷിയേറ്റ് ദാറ്റ്. വെരി ഗുഡ്, പെർഫെക്റ്റ് ആൻസർ കേട്ടോ. ഫുഡ് ചെയിനില് അല്ലെങ്കിൽ ഫുഡ് വെബില് ഈ സ്മോൾ ഓർഗാനിസത്തിന് വരെ വലിയ റോൾ ഉണ്ട് അല്ലെ? ദേ ആർ നോട്ട് കൺസിഡറിങ് ഇഫ് ദർ ഇസ് എൻ ആൻഡ് ഓർ ദിസ് ഇസ് എ മോസ്കിറ്റോ. എവറിബഡി, എവറി അനിമൽ ഇസ് ഇൻക്ലൂഡഡ്. അപ്പൊ അതുകൊണ്ട് എവറി അനിമൽ ക്യാൻ ബി കൗണ്ടഡ് ഇൻ എ ഫുഡ് ചെയിൻ. അതുകൊണ്ടാണ് സ്മോൾ ആനിമൽസ് ഇമ്പോർട്ടന്റ് ആയത്. വെരി ഗുഡ് ആയിഷ, സൂപ്പർ. അടുത്തത്, ഒരു പുതിയ സ്പീഷീസ് എക്സിനെ നമ്മൾ ഫോറസ്റ്റിൽ കൊണ്ടുവന്നപ്പോ എന്തായിരിക്കും ആ ഏരിയയിൽ പറ്റുക? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഈസ് രാഹുൽ അല്ലേ? യെസ്, രാഹുൽ. എന്നാണ് രാഹുലിന്റെ ആൻസർ മക്കളെ? ആ, അത് തന്നെ, ഫൈറ്റ് വിൽ ബി ദർ അല്ലേ? ആ, യെസ്, സൂപ്പർ. എടാ കൊള്ളാലോ നീ. എടാ അവൻ പറഞ്ഞു നോക്കിക്കേ, whenever a new organism is introduced, ഇവര് തമ്മില് ഫുഡിന് വേണ്ടിയിട്ടും ഒക്കെ കോമ്പറ്റീഷൻ വരും and they will be struggling. Super, very good. Last question, does soil erosion affect the fertility of the soil? ഇത് പറയുന്നത് is ഇഷാനി. ഇഷാനി, what is your take on this? Soil erosion fertility കുറയ്ക്കുവോ? Yes, how? പറഞ്ഞോ. സോയിൽ ഇറോഷൻ പറ്റുമ്പോ ടോപ്പ് സോയിൽ ഇങ്ങനെ ഒഴുകി പോവല്ല, അപ്പൊ ന്യൂട്രിയൻസ് ഒക്കെ കുറയുമ്പോ ഫെർട്ടിലിറ്റി കുറഞ്ഞു പോകും അല്ലേ? ദാറ്റ്സ് വൈ യു സെഡ് യെസ്. ഓക്കെ, വെരി ഗുഡ് ഇഷാനി, സൂപ്പർ. എടാ 4 പേരും അടിപൊളിയായിട്ട് ആൻസർ പറയട്ടോ. വെരി ഗുഡ്. ആൻഡ് ഐ വിൽ ഷോ യു മൈ ആൻസർ. ആരെങ്കിലും എഴുതാതെ പോയിട്ടുണ്ടെങ്കിൽ ഐ വിൽ ലൈക്ക് സജസ്റ്റ് യു ടു കോപ്പി ഡൗൺ കേട്ടോ. വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഇമ്പോർട്ടന്റ് ആവാനുള്ള കാരണം ഇത് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്ലാന്റേഷൻ, കൾട്ടിവേഷൻ, ഗ്രേസിംഗ്, ഹണ്ടിങ്, പോച്ചിങ് ഇതൊന്നും അവിടെ ഇല്ല. കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റഡ് അല്ലെ? കംപ്ലീറ്റ്ലി നമ്മൾ അവിടെ ഓഫ് ആക്കി വെച്ചിരിക്കുക ഈ പരിപാടിയല്ല. അതുകൊണ്ട് ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. അടുത്ത ക്വസ്റ്റൻ എന്താ? വൈ സ്മോൾ ആനിമൽസ് ആർ ഇമ്പോർട്ടന്റ് ഇൻ എ ഇക്കോസിസ്റ്റം? എന്തുകൊണ്ടാണ്? എവറി ഓർഗാനിസം ഇസ് എ പാർട്ട് ഓഫ് എ ഫുഡ് ചെയിൻ. ഏത് കുഞ്ഞു ഓർഗാനിസം ആയാലും മിസ് പറഞ്ഞ പോലെ അവര് ഫുഡ് ചെയിന്റെ പാർട്ടാണ്. ദാറ്റ് ഈസ് വൈ എവറി വൺ ഈസ് ഇമ്പോർട്ടന്റ്. ഐ ഷോ യു സി ആൻഡ് ഡി ആസ് വെൽ. പുതിയ സ്പീഷീസ് ലൈക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്ത് പറ്റും? പഴയ സ്പീഷീസുമായിട്ട് അവര് കോമ്പീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഒരു ഗ്രൂപ്പ് നായൊക്കെ ഉണ്ടാവും അല്ലെ? ഈ നായയുടെ അടുത്തോട്ട് വേറെ എവിടെന്നെങ്കിലും ഒരു പുതിയ നായ വന്നാൽ ഇവര് എല്ലാരും കൂടെ അതിനെ ഓടിച്ചിട്ട് പിടിച്ച് they will be attacking അല്ലെ? So that's like competition is happening in between them. Okay, പിന്നെ ലാസ്റ്റ് വൺ ക്വസ്റ്റ്യൻ, സോയിൽ ഇറോഷൻ ഫെർട്ടിലിറ്റി കുറയ്ക്കുമോ? യു ഹാവ് ടു റൈറ്റ് യെസ്. സോയിൽ ഇറോഷൻ ഫെർട്ടിലിറ്റി കുറയ്ക്കും, കാരണം ടോപ്പ് സോയിലാ പോകുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ സോയിലിന്റെ ഫെർട്ടിലിറ്റി ഇല്ലാണ്ടാവാനുള്ള ചാൻസ്. ഓക്കെ ആണോ? ഐ ബി ഷോയിങ് ദ ക്വസ്റ്റ്യൻസ് ഹിയർ, അല്ല സോറി ആൻസേഴ്സ് ഹിയർ. നിങ്ങൾ ആരെങ്കിലും എഴുതാത്തവരുണ്ടെങ്കിൽ ഒന്ന് കോപ്പി ഡൗൺ ചെയ്തു. അതിന് മുമ്പ് ഐ ബി പുട്ടിങ് ദാറ്റ് ഓൺ ദ സ്ക്രീൻ. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞേക്കട്ടെ. ഫോർ യുവർ ഇൻഫർമേഷൻ, we have one free demo class on 7th of February, this coming Saturday. Free demo class ആണ്, മാത്സിന്റെ ക്ലാസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ this year 10th ജോയിൻ ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ദ പോസ്റ്റർ. അപ്പൊ ഈ പോസ്റ്റർ ഷെയർ ചെയ്തിട്ട് കൊടുത്തിട്ട് അവരോട് പറയാം ജോയിൻ ചെയ്യാനായിട്ട്. 7 മണിക്കായിരിക്കും ക്ലാസ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, ആൻഡ് ഫ്രീ ക്ലാസ് ആണ്. സോ എനിബഡി ക്യാൻ ജോയിൻ ആൻഡ് ആക്സസ് so that you will be able to understand like how our നമ്മുടെ ക്ലാസ്സസ് എങ്ങനെയാണ് നടക്കുന്നത്, how our classes run എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ജോയിൻ ചെയ്യാൻ പറയണം കേട്ടോ. ഐ വിൽ ഷോ മൈ ആൻസേഴ്സ്. ഇതിവിടെ സ്ക്രീനിൽ ഉണ്ടായിരിക്കും, കോപ്പി ചെയ്തെടുക്കുക. ഇൻ ബിറ്റ്വീൻ, മുന്നത്തെ ആൻസർ കേട്ടോ, ഇൻ ബിറ്റ്വീൻ വി വിൽ ബി ഗോയിങ് ഫോർ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നൗ. അത് കഴിഞ്ഞ് വരുന്നിട്ട് നമുക്ക് MCQ ഗെയിം ഒക്കെ ഉണ്ട്. ഓക്കെ, സോ യെസ്, നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടില്ലല്ലോ അല്ലേ? I was setting for the game.
ഓക്കെ. എന്നാ ഇന്നും ആസ് യൂഷ്വൽ നമുക്കിവിടെ ബോയ്സ് ടീമും അതുപോലെ തന്നെ ഗേൾസ് ടീമും ഉണ്ട്. ആൻഡ് വി വിൽ ബി ഡൂയിങ് MCQ. ഓക്കെ, യാ. ആദ്യത്തെ ചോദ്യം പാക്കലാം. യെസ്, ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വന്നില്ല. Yes. Okay. Red data book consists of dash records of notorious criminals. അരെ വാ, എടാ ഞാൻ തന്നെ ഇതിന്റെ ഓപ്ഷൻ ഉണ്ടാക്കുന്നയാൾ, അതാണ് അങ്ങനെയൊക്കെ. Endangered species of plants and animals, extinct species of plants and animals, endemic species of our state. നമ്മൾ ഏത് ടീമിനോട് ആദ്യം ചോദിക്കും പ്രൊഫസർ? Okay, girls ടീമിനോട് ചോദിക്കാം. പ്രൊഫസറിനോട് വിൽ ബി ആസ്കിംഗ് ഫ്രം ഗേൾസ്, സ്റ്റാർട്ടിംഗ് ഫ്രം ഗേൾസ്. ഓക്കെ, അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വിൽ നോട്ട് ബി റൈറ്റിംഗ് ദ MCQs. കാരണം ഇപ്പൊ നമ്മളൊരു ലൈക്ക് ഒരു ഗെയിം പോലെയൊക്കെ കളിക്കുമ്പോൾ വി ഡോണ്ട് ഹാവ് മച്ച് ടൈം ടു ഷോ വൺ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എഴുതി വെക്കാൻ പറ്റത്തില്ല ഫുള്ള്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പുട്ട് യുവർ ആൻസേഴ്സ് ഇൻ ചാറ്റ് ബോക്സ്, റേസ് യുവർ ഹാൻഡ്സ്, വിൽ ബി കോളിംഗ്, വിൽ ബി ആൻസറിംഗ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വെൻ യു ഗെറ്റ് ദ നോട്ട്സ്, നിങ്ങൾ ആവശ്യമുള്ളത് എഴുതിയെടുക്കുക നോട്ട്സ് കിട്ടി കഴിയുമ്പോൾ. ഓക്കെ, യെസ്. സോ വി ആർ ഗോയിങ് വിത്ത് ഫസ്റ്റ് ഗേൾ. ആരാ? ലെന. യെസ്, ലെന. ലെനക്ക് ഉത്തരം അറിയാം അല്ലേ ലെന? യെസ്, യെസ്. അൺമ്യൂട്ട് ചെയ്യൂ ലെന. ലെന പോയി. ലെന ഈസ് ഹാവിംഗ് നെറ്റ് ഇഷ്യൂ, ഐ തിങ്ക്. Okay, so can you show me that like A, B, C, D? Lena. B ആണ് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് കാണിച്ചത് ലെന. ആൻഡ് ദ ആൻസർ ഈസ് B, റൈറ്റ് ആൻസർ. വെരി ഗുഡ് ലെന. എടാ, ഗേൾസ് ടീമും ബോയ്സ് ടീമും ഇത്ര നേരം 0-0 അപ്പൊ ലെന കറക്റ്റ് ആൻസർ പറഞ്ഞതുകൊണ്ട് ഗേൾസ് ടീം വിൽ ബി ഗെറ്റിംഗ് 1 point. ഓക്കെ, ബോയ്സ് ടീം സൂക്ഷിച്ച് കളിക്കണേ. എക്സ്റ്റിങ്ക്ട് സ്പീഷീസ് ഓഫ് എക്സ്റ്റിങ്ക്ട് അല്ല, എൻഡേഞ്ചേർഡ്. ഓക്കെ, അടുത്ത ചോദ്യം. കൺസർവേഷൻ ഓഫ് വൈൽഡ് ലൈഫ് ടേക്സ് പ്ലേസ് ഇൻ ഡാഷ് പാർക്ക്, സൂ, ഫോറസ്റ്റ്, സാങ്ച്വറി. എന്താ ചോദിച്ചേക്കുന്നത്? ചോദ്യം സൂക്ഷിച്ചു വായിക്കണം കേട്ടോ. ചോദ്യം ഈസ് ലൈക്ക് വൈൽഡ് ലൈഫിനെ നമ്മൾ എവിടെയാണ് കൺസർവ് ചെയ്യുന്നത്? വേർ ഡു വി കൺസർവ് വൈൽഡ് ലൈഫ്? ഷാൽ വി ലൈക്ക് are we doing it in a park or a zoo or a forest or a sanctuary? Wildlife. Okay, നമ്മൾ ബോയ്സിനോടായിരിക്കും ഈ ചോദ്യം ചോദിക്കുന്നത്. ബോയ്സിൽ ആരാ? ജോൺ. യെസ്, ജോൺ. ഏതാണ് ഓപ്ഷൻ മക്കളെ? ഉറപ്പാണോ? എടാ, നീ വേണമെങ്കിൽ ഒന്നും കൂടെ ഒക്കെ ചിന്തിച്ചോ കേട്ടോ. ഒന്നുകൂടെ ഒക്കെ ചിന്തിച്ചോ, ഉറപ്പാണോ? ഓക്കെ, വെരി ഗുഡ്. ഇവനിപ്പോ എന്നെ അറിയാളാ, എല്ലാരും എന്നെ മനസ്സിലാക്കി. ഞാൻ എക്സ്പ്രഷൻ ഇടുന്ന കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കി ഇവന്മാരെല്ലാരും. ഓക്കെ, വെരി ഗുഡ്. സാങ്ച്വറി ഇസ് ദ റൈറ്റ് ആൻസർ. ആരായിരുന്നു ഇത്? ജോൺ. വെരി ഗുഡ് ജോൺ. ഓക്കെ, അപ്പൊ രണ്ടുപേരും ടൈയിലാണ്. ജോൺ ഇപ്പൊ നെടുവേർപ്പെടുന്നു, രക്ഷപ്പെട്ട്. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ കാണാവേ. യെസ്, ദ മെയിൻ റീസൺ for decrease in tiger population is dash poaching, deforestation, loss of natural habitat of tigers, all of the above. A natural habitat എന്ന് വെച്ചാൽ ടൈഗർ താമസിക്കുന്ന സ്ഥലം. നാച്ചുറലി അത് എവിടെയാണോ ആ സ്ഥലത്തിനെയാണ് നമ്മൾ നാച്ചുറൽ ഹാബിറ്ററ്റ് എന്ന് പറയുന്നത് കേട്ടോ. യെസ്, ഓക്കെ. അഗൈൻ ദ ക്വസ്റ്റ്യൻ ഈസ് ഫോർ ഗേൾസ്. നമ്മൾ ബോയ്സിനോട് ഇപ്പൊ ചോദിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് ഗേൾസ് ആയിരിക്കും നമ്മൾ പാസ് ചെയ്യുന്നത്. ഗേൾസ്. ആർദ്ര. യെസ്, ആർദ്ര. ആർദ്ര, യു ക്യാൻ തിങ്ക് അഗൈൻ. പോച്ചിങ് ഒക്കെ ചെയ്യില്ലേ അപ്പൊ നമ്മള്? Okay, very good Ardra. I tried her to make a wrong decision, but I failed. Ardra won. Okay, very good Ardra. All of the above is the right answer. Answer ave. Yes. Okay, ഒരു മിനിറ്റ് ടാ, ഒന്ന് put ചെയ്യാ. Okay,
ഓക്കെ, അടുത്ത ചോദ്യം is this. Yeah. Birds migrate for longer distances for dash, reproduction, nestling, food and all of the above. എന്തിനു വേണ്ടിയിട്ടാണ് ബേർഡ്സ് ഒത്തിരി ദൂരം മൈഗ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. Who will be answering? ബോയ്സിനോടാണ് ചോദ്യം. കാശിനാഥ്. യെസ്, കാശി. ഏതാ ഓപ്ഷൻ മക്കളെ? ഏതാ ഓപ്ഷൻ? ഉറപ്പാണോ? ഉറപ്പാണ്. ഓക്കെ, വെരി ഗുഡ് കാശി. ബേർഡ്സ് ഒത്തിരി ദൂരം മൈഗ്രേറ്റ് ചെയ്യുന്നത് റീപ്രൊഡക്ഷൻ ചെയ്യാനും നെസ്ലിംഗ് ചെയ്യാനും ഫുഡ് കണ്ടെത്താനും വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓൾ ഓഫ് ദ എബവ് ഇസ് ദ റൈറ്റ് ആൻസർ. അങ്ങനെ വീണ്ടും ടൈയിലോട്ട് എത്തിയിരിക്കുകയാണ്. ഓക്കെ, we'll go for the another question is clearing of forest and using that land for other purposes is called dash. അയ്യോ, ഒട്ടും സിമ്പിൾ അല്ലാത്ത ചോദ്യം അല്ലേ? ഗ്ലോബൽ വാർമിംഗ്, ഡീഫോറസ്റ്റേഷൻ, ബയോഡൈവേഴ്സിറ്റി, ഫുഡ് വെബ്. ഗേൾസിനോടാണ് ക്വസ്റ്റ്യൻ വരിക. അന്ന. യെസ്, അന്ന ഒന്ന് സ്ട്രെച്ച് ചെയ്യൊക്കെ ചെയ്യായിരുന്നു, അപ്പത്തേക്ക് ഞാൻ വിളിച്ചു കളഞ്ഞു. സോറി അന്ന. മക്കളെ ഏത് ഓപ്ഷൻ? എന്നതാ? എന്നെ കാണൂലടാ. ഐ മീൻ ഞാനും ക്വസ്റ്റ്യനും ഒരിടത്ത് തന്നെയാ. ഓക്കെ, യാ. B. Very good. Deforestation is the right answer. Very good. അടുത്ത ചോദ്യം. Solution for deforestation is dash. Reforestation, construction of dams, construction of check dams, conserving wildlife. Yes. ബോയ്സിനോടല്ലേ? യെസ്. ഓക്കെ, അടുത്തതാരാ? യെസ്, ധാർമിക്. യെസ്, ധാർമിക്. വിച്ച് ഓപ്ഷൻ മക്കളെ? കൺസർവിംഗ് വൈൽഡ് ലൈഫ് അല്ലേ? യെസ്, വെരി ഗുഡ്, സൂപ്പർ. ഇപ്പോഴാണ് ഇത് ഒന്ന് ത്രില്ലിംഗ് ആയത്. തെറ്റിപ്പോയി. എടാ, നീ ഓപ്ഷൻ വായിച്ചില്ല, പോട്ട് സാരമില്ല. ബോയ്സ്. ഓക്കെ, ഗേൾസിന് നമ്മൾ പാസ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ ഗേൾസിന് പാസ് ചെയ്യുന്നു. ആരോടാണ് ചോദിക്കുക? എയ്സൽ. യെസ്. മക്കളെ വിച്ച് ഓപ്ഷൻ? Option A. Very good. Option A is the right answer. Last and final question of today. അത് ബോയ്സിനോടാണ് നമ്മൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. Okay. Yes. Endemic plants of Pachmarhi biosphere is banyan, sal, wild mango, B and C. That means option B and option C. ബോയ്സിനോട് ചോദിക്കുന്നു. എടാ ബോയ്സ്, ഹ്യൂജ് ഡിഫറൻസ്. എന്നാലും ഓക്കെ. ആരോടാ? അശ്വിൻ. യെസ്, അശ്വിൻ. മക്കളെ വിച്ച് ഓപ്ഷൻ? ബി ആൻഡ് സി. യെസ്, വെരി ഗുഡ്. റൈറ്റ് ആൻസർ. സോളം അതുപോലെ തന്നെ വൈൽഡ് മാംഗോയും നമുക്ക് എവിടെ കാണാം? പച്മർഹി ബയോസ്ഫിയർ റിസർവിൽ കാണാൻ പറ്റും. സോ അതുകൊണ്ട് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ബോത്ത് ബി ആൻഡ് സി. ആൻസർ യെസ്. Okay, so അതുകൊണ്ട് തന്നെ as we can see and almost time is over. As we can see വലിയ ലീഡിൽ ഗേൾസ് ജയിച്ചു and the scoreboard is 4-2 അല്ലെങ്കിൽ 4-2. അപ്പോൾ ഇന്ന് ഗെയിം ജയിച്ച ഗേൾസ് ടീമിന് കൺഗ്രാറ്റുലേഷൻസ്. പൃഥു സർ വിൽ ബി സ്പോൺസറിങ് എ ട്രോഫി നൗ. ഗേൾസിനുള്ള സ്പെഷ്യൽ ട്രോഫിയാണ് എല്ലാവരും
എല്ലാവരും എടുത്തോളാം. ഓക്കെ പോട്ടെ, പാവം ബോയ്സ്. സാരമില്ലടാ, അടുത്ത തവണത്തെ അതെ അടുത്ത തവണ നമ്മൾ കപ്പും കൊണ്ടേ പോകത്തുള്ളൂ എന്നങ്ങ് പറഞ്ഞേക്കാം കേട്ടോ. ഓക്കെ ടുഡേ ദൈവഭാഗ്യത്തിന് ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഞാൻ ഇന്ന ടീം നോക്കിയാ. ടുഡേ ഐ ഡിഡ്ന്റ് സെഡ് എനിത്തിങ് ലൈക്ക് ദാറ്റ്, സോ ഐ എം സേഫ്. ഓക്കെ, സോ ദിസ് വാസ് ടുഡേസ് ക്ലാസ്. വൈൻഡ് അപ്പ് ചെയ്താലോ നമുക്ക്? So today we studied about this third chapter called conservation of plants and animals. അതിന്റെ കുറച്ച് വലിയ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. And along with that we also did കുറച്ച് MCQ questions. And I hope you were able to do that as well. നോട്ട്സ് ഒക്കെ കിട്ടും നിങ്ങൾക്ക്. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ഓക്കെ, അപ്പൊ നല്ലപോലെ ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് ഉറങ്ങുക. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.